അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് 34,26,00,000 ബജറ്റ്. PMAY പദ്ധതിക്കായി 3,23,00,000 പട്ടികജാതി വികസന പദ്ധതികൾക്കായി 3,20,00,000 വകയിരുത്തി. അഞ്ചൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനായി 1.5 കോടി രൂപ നീക്കിവെച്ചു. MCFനായി 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 34,26,64,000 രൂപ വരവും 34,64,34,000 രൂപ ചെലവും 37,70,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS ഷിജു അവതരിപ്പിച്ചത്. താഴെത്തട്ടിലെത്തിക്കുന്ന ജീവനാഡിയായി പ്രവർത്തിച്ചു വരികയാണ്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ സുദീർഘമായ പങ്കാണ് വഹിച്ചു വരുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലൂടെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും ജനങ്ങൾക്ക് സേവനങ്ങൾ കാലതാമസം കൂടാതെ ലഭ്യമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ദൈനംദിന സേവന ഭരണ പ്രവർത്തനങ്ങൾ K-സ്മാർട്ടിലൂടെ പൂർണ്ണമായും സജ്ജീകരിച്ചതോടെ ഇത്തരം പ്രവർത്തനങ്ങൾ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ജനങ്ങൾക്ക് അവരുടെ വീട്ടിലിരുന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ആയതിൻ്റെ സ്റ്റാറ്റസ് സമയാസമയങ്ങളിൽ മനസ്സിലാക്കുന്നതിനും ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള വസ്തുതയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ഇടയിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രവർത്തന ശൈലി കാലോചിതമായ മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും അവയുടെ തനതായ പദ്ധതികൾ കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 20,80,000 രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ 94,71,340 രൂപയും പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് 54,87,220 രൂപയും പട്ടികജാതി വിഭാഗത്തിൽ വിവിധ പദ്ധതികൾക്കായി 3,20,93,000 രൂപയും പട്ടികവർഗ വികസനത്തിനായി 24,84,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. പാർപ്പിട മേഖലയിൽ 66,49,160 രൂപയും PMAY പദ്ധതിക്കായി 3,23,10,720 രൂപയും ഉൾപ്പെടുത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി 53,50,000 രൂപയും വയോജന ഭിന്നശേഷി വിഭാഗത്തിനായി 51,98,610 രൂപയും ആരോഗ്യ മേഖലയിൽ കുളത്തൂപ്പുഴ അഞ്ചൽ CHCകളുടെ വികസനത്തിനായി ജനറൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപയും മരുന്നുകൾ വാങ്ങി നൽകുന്നതിന് 79 ലക്ഷം രൂപയും കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി 6,72,000 രൂപയും ആയുർവേദ ആശുപത്രിയിൽ മരുന്ന് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപയും അഞ്ചൽ CHCയിൽ 2ാം നില നിർമ്മിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി 1.5 കോടി രൂപയും കുളത്തൂപ്പുഴ അഞ്ചൽ CHCകളിൽ പാലിയേറ്റീവ് പരിചരണത്തിനായി 25 ലക്ഷം രൂപയും വകയിരുത്തി. ടൂറിസം രംഗത്ത് തെന്മല, കുളത്തൂപ്പുഴ, ആര്യങ്കാവ് പഞ്ചായത്ത് പരിധിയിൽ വിവിധ മേഖലകളെ കോർത്തിണക്കി ടൂറിസം സർക്യൂട്ട് നടപ്പാക്കാൻ ആദ്യഘട്ടമെന്ന നിലയിൽ 10 ലക്ഷം രൂപയും കുടിവെള്ള പദ്ധതിക്കായി 70 ലക്ഷവും ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി 70 ലക്ഷവും അഞ്ചലിൽ MCF നിർമ്മിക്കാൻ 1 കോടിയും വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം പൂർത്തീകരിക്കുന്നവർക്ക് ഓണം അലവൻസ് നൽകുന്നതിനായി 2 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.